തൻ നിറമേകം തഴുകൂ നിലാവേ നിലാവേ നീ മയങ്ങി ജീവാംശമായി താനേ നീ കാലങ്ങൾ മുന്നേ വന്നു ആത്മാവിനുള്ളിൽ ഏറെ തൂമഞ്ഞായി പോരാതെ പെയ്തു നീ പൂവാടി തേടി പറന്നു നടന്ന ശലഭമായി നീ കാൽപ്പാടു തേടി അലഞ്ഞു ഞാൻ ആരാരും കാണാൻ മനസ്സിൻ ചിറകിലൊളിച്ച മോഹം പൊൻപേരിയായി വളർന്നീതാ മഴ പോലെ എന്നെ പുണരുന്നു നേർത്ത വെയിലായി വന്നു തൊടുന്നു പതിവായി നിന്നനുരാഗം. താങ്ക് യു. വിഘ്നേശ്വര ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ സ്പോൺസേഡ് പ്രോഗ്രാമായ ഇൻചൂട്ടിഞ്ച് എന്ന പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ മത്സരാർത്ഥികളെ ഒന്ന് പരിചയപ്പെടാം. എന്താ പേര്? സ്ഥലം എവിടെയാ? എന്ത് ചെയ്യുന്നു ഇപ്പോ? ഓക്കെ. എവിടെ സ്ഥലം? ഉള്ളൂര്. എന്ത് ചെയ്യുന്നു? പഠിക്കുന്നു. ഷോപ്പുണ്ട്, ബിസിനസ്സും അങ്ങനെയൊക്കെ ആയിട്ട് പോകുന്നു. ഇപ്പോൾ എല്ലാവരെയും പരിചയപ്പെട്ടു. എന്താണ് പ്രോഗ്രാം എന്നതിനെ കുറിച്ചൊന്ന് പരിചയപ്പെടുത്താം. 10 രസകരമായ കുസൃതി ചോദ്യങ്ങളാണ് ചോദിക്കുന്നത്. അതിനറിയാവുന്ന ആൻസർ പറയുക. 20 സെക്കൻഡിനുള്ളിൽ പറയുക. ആരാണോ കൂടുതൽ ആൻസർ പറയുന്നവരാണ് ഇന്നത്തെ ഈ പ്രോഗ്രാമിന്റെ വിജയി. ഇത്രേ ഉള്ളൂ. ഇവിടെ ക്ലാപ്പൊക്കെ അവൾ ആദ്യത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഓക്കെ. 2 ഇംഗ്ലീഷ് അക്ഷരങ്ങൾ ചേർന്ന ജീവനുള്ളതാകും. ഏതാണ് ഈ 2 അക്ഷരങ്ങൾ? 2 ഇംഗ്ലീഷ്. GB കറക്റ്റ് ആൻസർ ആണ്. എവിടെയോ കേട്ടിട്ടുണ്ടോ? ഇല്ല. ഈ ക്വസ്റ്റ്യൻ ഞാൻ ഈ ഒരു പ്രോഗ്രാമിൽ ഇത്രയും എപ്പിസോഡ് ആയനൊക്കെയും 600 എപ്പിസോഡ് ആവും എങ്കിൽ കൂടി ആദ്യമായിട്ടാണ് ചോദിക്കുന്നത് ഈ ഒരു ചോദ്യം ആണ്. അതിൽ ഇത്ര പെട്ടെന്ന് ആൻസർ കിട്ടുമെന്ന് പ്രതീക്ഷിച്ചില്ല. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. എന്റെ അകത്ത് തണുപ്പാണ് എന്നാൽ പുറത്ത് ചൂടാണ്. ആരാണ് ഞാൻ? ഫ്രിഡ്ജ് കറക്റ്റ് ആൻസർ ആണ്. അതിനും അവിടെ ക്ലാപ്പ്. അവിടെ വിട്ടോളാ. അതെ. അടുത്ത ഊഴം. അടുത്ത ക്വസ്റ്റ്യൻ നല്ല ക്വസ്റ്റ്യനാണ് കേട്ടോ. പേരിൽ താക്കോൽ കൊണ്ട് നടക്കുന്ന മൃഗം ഏതാണ്? ആൻസറും അതെ, നല്ല ആൻസറാ. താക്കോല് കൊണ്ട് നടക്കുന്ന മൃഗം ഏതാണ്? മങ്കി കറക്റ്റ് ആൻസർ. മങ്കി ആയതുകൊണ്ട് ഞാൻ ആൻസർ പറഞ്ഞില്ല അല്ലേ? നിങ്ങൾ പറഞ്ഞില്ലല്ലോ. രണ്ടുത്തരം ഏത് പറഞ്ഞാലും കുഴപ്പമില്ല. അപ്പൊ എന്റെ കയ്യിൽ ഒരു ആൻസർ ഉണ്ട്. ഞാൻ ഒരു ആൻസറും കൊണ്ടായിരിക്കും വരുന്നത്. അപ്പൊ നിങ്ങൾ ഏതെങ്കിലും അതിനായിട്ട് യോജിച്ച ആൻസർ പറയുകയാണെങ്കിൽ ഞാൻ ഓക്കെ പറയും. മങ്കി ഡോങ്കി ഇപ്പൊ പറഞ്ഞിരുന്നെങ്കിൽ ഓക്കെ പറഞ്ഞേ. ഞാൻ ആൻസർ പറഞ്ഞില്ലല്ലോ. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം നമുക്ക്. എല്ലാവർക്കും ഉള്ളതും എന്നാൽ ഓരോരുത്തർക്കും വ്യത്യസ്തമായതുമായ ഒരു സാധനം. പേര് കറക്റ്റ് ആൻസർ ആണ്. അറിയാല്ലേ? PhD അവിടെ പറയുകയും ചെയ്ത ആൻസർ അല്ല ഇവിടെ നിന്നാണല്ലോ കിട്ടുന്നത്. ഇവിടെ 3 ക്വസ്റ്റ്യന്റെ ആൻസർ ആയി. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. തൊടുമ്പോൾ അപ്രത്യക്ഷമാകുന്നത് എന്താണ്? തൊടുമ്പോൾ തന്നെ അപ്രത്യക്ഷമാകും. നമുക്ക് കാണുമ്പോൾ ഭയങ്കര കൗതുകം തോന്നും, പക്ഷെ തൊടുമ്പോൾ അപ്രത്യക്ഷമാകും. മേഘം നമുക്ക് തൊടാൻ പറ്റൂലല്ലോ. തൊട്ടാവാടിയല്ല. അപ്രത്യക്ഷമാകുന്നത് എന്താണ്? ഭയങ്കര കൗതുകം. കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമായത്. തൊടുമ്പോൾ അപ്രത്യക്ഷമാകുന്നത്. തൊടുമ്പോൾ അപ്രത്യക്ഷമാകുന്നത് കുട്ടികൾക്കൊക്കെ. ഹലോ, കുട്ടിക്കാലത്ത് ഇതിനു വേണ്ടി ഒരു പ്രത്യേകം കളിപ്പാട്ടമുണ്ട്. അത് ഉണ്ടാക്കാനായിട്ട് നമ്മളിങ്ങനെ ഉണ്ടാക്കി കളിച്ച് പോകും. എന്താണ് സാധനം? എന്താ? ബാറ്ററിയോ? ഇവിടെ നിന്ന് എന്തൊക്കെയാണ് പറയുന്നത് അറിയാമോ? മേഘം തൊട്ടിട്ടുണ്ടോ? ഇല്ല. നീരാവിയല്ല. തൊടുമ്പോൾ അപ്രത്യക്ഷമാകുന്നത് കുമിള. ബബിൾസ് നമ്മളിങ്ങനെ ഉണ്ട്. കുസൃതി ചോദ്യം വിജ്ഞാനപരമായിട്ടോ അല്ല. ഫണ്ണി ക്വസ്റ്റ്യൻ. GK അല്ലേ?
അത് പറഞ്ഞുകൂടായിരുന്നോ? ഒരു പോയിന്റ് കിട്ടത്തില്ലായിരുന്നോ? ഇപ്പൊ 3 ക്വസ്റ്റിന്റെ ആൻസർ ആയില്ലേ? 4. ഇവിടെ അല്ല ഞാൻ 3. ഇവിടെ 3. 1 അര പ്രോത്സാഹന സമ്മാനം ഉണ്ടോ കൈയടി? അടുത്ത ക്വസ്റ്റിലേക്ക് പോകാം. അടിച്ചിട്ടും തിരിച്ച് അടിക്കാത്തത് എന്താണ്? പൊറോട്ട, ചെണ്ട എല്ലാം കറക്റ്റ് ആൻസർ ആണ്. നമ്മള് പൊറോട്ടയിലും അടിക്കുമല്ലോ, തിരിച്ചടിക്കത്തില്ല. ചെണ്ടയും കറക്റ്റ് ആൻസർ ആണ്. ഇവനും തിരിച്ചടിക്കും. ഇവനും തിരിച്ചടിക്കത്തില്ല, ആനന്ദ് തിരിച്ചടിക്കത്തില്ല. ഓക്കെ. അപ്പോൾ നിങ്ങൾ 3 2 അല്ല, ചെണ്ട കറക്റ്റ് ആൻസർ ആണ്. പിന്നെ അതും കറക്റ്റ് ആണ്. ഓക്കെ. അപ്പോൾ 3-3 രണ്ടുപേരും ഇഞ്ചോടിഞ്ച് പോരാട്ടത്തിന് നിൽക്കുകയാണ്. അവിടെ ഒരാൾ അര. അടുത്ത ക്വസ്റ്റിലേക്ക് പോകാം. കണ്ണില്ലെങ്കിലും കരയാനാകും. ആർക്കാണ് കരയാനാകും? ഇവിടെ നേരത്തെ ഒരാൾ ആ ക്വസ്റ്റിന്റെ ആൻസർ പറഞ്ഞ അതേ ആൻസർ ആണ്. അല്ല, നീരാവി അല്ല. കരയുന്നു വസ്തു അല്ല, പ്രകൃതിയിലൊക്കെ കാണപ്പെടുന്ന ഒരു സാധനം. മേഘം. എന്റെ പൊന്നു, ആൻസർ കറക്റ്റ് ആൻസർ ആണ്. നിലാവേ നിലാവേ നീ മയങ്ങല്ലേ, കിനാവിൻ കിനാവാൻ നീ തലോടില്ലേ, പ്രണയരാമഴയിൽ ഈ പവിഴമല്ലികൾ തൻ നിറമിഴികൾ തഴുകൂ, നിലാവേ നിലാവേ നീ മയങ്ങല്ലേ. ജീവാംശമായി താനേ നീ കാലങ്ങൾ മുന്നേ വന്നു, ആത്മാവിനുള്ളിൽ ഏകം തൂമഞ്ഞായി പോരാതെ പെയ്തു നീ, പൂവാടി തേടി പറന്നു നടന്ന ശലഭമായി നിൻ കാൽപ്പാടു തേടി അലഞ്ഞു ഞാൻ, ആരാരും കാണാൻ മനസ്സിൻ ചിറകിലൊളിച്ച മോഹം പൊൻപേരിയായി വളർന്നീതാ, മഴ പോലെ എന്നെ പുണരുന്നു, നേർത്ത വെയിലായി വന്നു മേൽ തൊടുന്നു പതിവായി നിന്നനുരാഗം. അപ്പോൾ നമുക്ക് അടുത്ത ക്വസ്റ്റിലേക്ക് പോകാം. ഒരു ചെറിയ വീട്, അതിനകത്ത് നിറയെ ആളുകൾ, എന്താണ് സാധനം? തീപ്പെട്ടി. കൂട്ടിനകത്ത് നിറയെ ആൾക്കാരുണ്ടല്ലോ, ചെറിയ വീടല്ലേ? തീപ്പെട്ടി കറക്റ്റ് ആൻസർ പറഞ്ഞല്ലോ. ഇവിടെ ഇത് പ്രത്യേക ക്ലാസ് എവിടെയും കൊടുക്കുന്നുണ്ട്. എന്തായിരുന്നു പേരെന്തായിരുന്നു? വർഷ. 5 ക്വസ്റ്റിന്റെ ആൻസർ പറഞ്ഞു. ഇന്നത്തെ ഇഞ്ചോടിഞ്ച് പ്രോഗ്രാമിൽ 10ൽ 5 ക്വസ്റ്റിന്റെ ആൻസർ പറഞ്ഞ് വിജയിയായിരിക്കുകയാണ് വർഷ. അപ്പോൾ വർഷയ്ക്ക് വിഘ്നേശ്വര ചാരിറ്റബിൾ ട്രസ്റ്റിന് ചെറിയൊരു സ്നേഹോപകാരം. ഇന്നത്തെ ഇഞ്ചോടിഞ്ച് പ്രോഗ്രാം ഇവിടെ അവസാനിക്കുന്നു. മറ്റൊരു എപ്പിസോഡിൽ കാണാം. അതുവരേക്കും ബൈ ബൈ. ആശ്രയ സമ്മാന പെരുമഴ സീസൺ 2 എന്ന മെഗാ ലക്കി ഡ്രോയിലേക്ക് മാന്യ പ്രേക്ഷകർക്ക് സ്നേഹസ്വാഗതം. മെഗാ ലക്കി ഡ്രോയിലെ ആദ്യത്തെ സമ്മാനം 10 പേർക്കാണ് ലഭിക്കുന്നത്. അതിൽ 9 വീടുകളും ഒരു താവൂക കമ്പനിയുമാണ് ലഭിക്കുന്നത്. രണ്ടാം സമ്മാനത്തിൽ 13 പേരെയാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. 13 പേർക്കും വിവിധ ജില്ലകളിലെ പുരയിടങ്ങളാണ് നമ്മൾ സമ്മാനങ്ങളായി എത്തിച്ചിരിക്കുന്നത്. മെഗാ ലക്കി ഡ്രോയിൽ 3ാം സമ്മാനമായി മഹേന്ദ്ര താറാണ് നിങ്ങളുടെ മുന്നിൽ എത്തിക്കുന്നത്. 4ാം സമ്മാനമായി നിങ്ങളെ കാത്തിരിക്കുന്നത് 3 പേർക്ക് ഹോണ്ട ഡിയോയുടെ സ്കൂട്ടറാണ്. 5ാം സമ്മാനം 1ഉം 2ഉം പേർക്കല്ല, 25 പേർക്ക് 1 ഗ്രാമിന്റെ ഗോൾഡ് കോയിനാണ് നമ്മൾ ഈ ഒരു മെഗാ സബ് ലക്കി ഡ്രോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. മെഗാ ലക്കി ഡ്രോയിൽ 6ാം സമ്മാനമായി 100 പേർക്കാണ് ഗ്രഹോപകരണങ്ങളുമായി നിങ്ങളുടെ മുന്നിൽ ഞങ്ങൾ എത്തിയിരിക്കുന്നത്. ഫ്രിഡ്ജ്, വാഷിംഗ് മെഷീൻ തുടങ്ങിയ നിരവധി ഗ്രഹോപകരണങ്ങളാണ് നിങ്ങൾക്ക് 6ാം സമ്മാനത്തിലൂടെ ലഭിക്കുന്നത്. 8ഓളം നറുക്കെടുപ്പിൽ പങ്കെടുക്കാനുള്ള ഒരു അവസരം കൂടിയാണ് നിങ്ങൾക്ക് മുന്നിൽ ഞങ്ങൾ എത്തിക്കുന്നത്. എല്ലാ മാസവും 14ാം തീയതി ഈ ഒരു നറുക്കെടുപ്പ് നടക്കുന്നതായിരിക്കും. ഒരു കൂപ്പൺ എടുക്കുമ്പോൾ 5 ടോക്കണാണ് ലഭിക്കുക. അതുപോലെ തന്നെ ഫാമിലി കിറ്റ് എടുക്കുവാനും ഒരു സുവർണ അവസരം. ഫാമിലി കിറ്റ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് അടുക്കളയിൽ ഉപയോഗിക്കുന്ന സാധനങ്ങളും നിങ്ങൾക്ക് ലഭിക്കും. അതോടൊപ്പം 5 കൂപ്പൺ ലഭിക്കും. 5 കൂപ്പൺ ലഭിച്ചാൽ നിങ്ങൾക്കുള്ള ഉപയോഗം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ആശ്രയ സമ്മാന പെരുമഴ മെഗാ ലക്കി ഡ്രോ എന്ന പദ്ധതിയിൽ നിങ്ങൾക്ക് 25 ടോക്കൺ നിക്ഷേപിക്കാനുള്ള ഒരു സുവർണ അവസരം കൂടിയാണ് ഞങ്ങൾ ഒരുക്കുന്നത്. നിക്ക്
ഇവിടെ കഴിഞ്ഞില്ല, ഇനി സോഷ്യൽ മീഡിയ ഷെയറിംഗിലൂടെയും കൂപ്പൺ എടുക്കാനുള്ള അവസരമുണ്ട്. ഫേസ്ബുക്കിലൂടെയാണെങ്കിൽ 20 ഗ്രൂപ്പുകൾ ഷെയർ ചെയ്യുന്നവർക്ക് കൂപ്പൺ ലഭ്യമാകുന്നതാണ്. 200 ഗ്രൂപ്പ്, ഫേസ്ബുക്കിൽ 200 ഗ്രൂപ്പുകൾ, ഇൻസ്റ്റാഗ്രാമിലാണെങ്കിൽ 200 വ്യക്തികൾക്ക് നമ്മുടെ വീഡിയോ ഷെയർ ചെയ്ത് കൊടുത്ത് അതിന്റെ സ്ക്രീൻഷോട്ട് അയക്കുന്നവർക്കും ഒരു കൂപ്പൺ ലഭ്യമാണ്. അത് മാത്രമല്ല, വാട്സപ്പ് ഉപയോഗിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്കും വാട്സപ്പിലെ 50 ഗ്രൂപ്പുകൾ ഷെയർ ചെയ്യുന്നതിലൂടെ ഒരു കൂപ്പൺ എടുക്കാനും സാധിക്കുന്നതാണ്. അതോടൊപ്പം തന്നെ ഈ മെഗാ കാരുണ്യ പദ്ധതിയിൽ പങ്കാളിയാവുന്നതിനൊരു സുവർണ അവസരമാണ് നിങ്ങൾക്ക് ഞങ്ങൾ ഒരുക്കുന്നത്. അപ്പോൾ എങ്ങനെ എല്ലാവരും കൂപ്പൺ എടുക്കുകയല്ലേ?